കുഡ്രിയാവുക. ഇങ്ങനെയൊരു പേരോ? ആ പേര് പ്രതിനിധാനം ചെയ്യുന്ന ഒന്നിനെ നമ്മളാരും ഓർക്കുന്നുണ്ടാവില്ല. ഒരിടുങ്ങിയ ക്യാബിനിലെ ചില്ലുമറയിലൂടെ തന്റെ നിയോഗം എന്തെന്നറിയാതെ, തനിക്കെന്താണ് സംഭവിക്കുന്നത് എന്നറിയാതെ, പിന്നെ ഒന്നുമറിയാതെ ജീവൻ വെടിഞ്ഞ് യാത്രയായി കുഡ്രിയാവുക. ദേശം റഷ്യ, ലക്ഷ്യം ബഹിരാകാശ സഞ്ചാരം. ഭൂമിയിൽ നിന്നും ശൂന്യാകാശത്തെത്തിയ ആദ്യ നായ്ക്കുട്ടി. 1957 നവംബർ 3 സ്പുട്നിക് എന്ന റോക്കറ്റിൽ തന്റെ അവസാന യാത്ര തിരിച്ചു. റോക്കറ്റിന്റെ ചൂടും സമ്മർദ്ദവുമേറ്റ് കുഡ്രിയാവുക അന്തരിച്ചു. ആ ദൗത്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടതു മുതൽ നമ്മൾ ആ നായ്ക്കുട്ടിയെ അറിഞ്ഞത് ലൈക്ക എന്ന ഓമന പേരിലായിരുന്നു. അതിനു മുൻപും പിൻപുമായി പിന്നെയും ജീവൻ വെച്ചുള്ള പരീക്ഷണങ്ങൾ തുടർന്നിരുന്നു. ആമകൾ, കുരങ്ങ്, എലി, പൂച്ച, ആ നിരയങ്ങനെ നീണ്ടു. ഇനി വർത്തമാനകാലം. ഡൽഹിയിലെ ഉന്നതതല മീറ്റിംഗിനിടെ ഒരു മാധ്യമപ്രവർത്തകൻ ISRO ചെയർമാനോട് ചോദിച്ചു, ഇന്ത്യ എന്നായിരിക്കും ഇത്തരം പരീക്ഷണം നടത്തുക? മറുപടി ഇതായിരുന്നു: ഇല്ല, നമ്മൾ മനുഷ്യനെ അയക്കും മുൻപ് മൃഗത്തിന്റെ ജീവൻ വെച്ച് പരീക്ഷണം നടത്തില്ല. ഓരോ പ്രാണനും നമുക്ക് വിലപ്പെട്ടതാണ്. ആധുനിക ശാസ്ത്ര മികവിലൂടെ ആ വെല്ലുവിളി നമ്മൾ അതിജീവിക്കും. ഒരു ജീവൻ പോലും നഷ്ടപ്പെടാതെ മനുഷ്യന്റെ ബഹിരാകാശ യാത്ര നമ്മൾ ഉറപ്പാക്കും. ഇങ്ങനെയൊരു മറുപടി നൽകിയ ആ ശാസ്ത്രജ്ഞനാണ് കൈലാസവടിവു ശിവൻ എന്ന കെ. ശിവൻ. കന്യാകുമാരിയുടെ കാർഷിക ഭൂമിയിൽ നിന്നും ശാസ്ത്രമേഖലയിലേക്ക് റോക്കറ്റ് പോലെ കുതിച്ചുയർന്ന പ്രതിഭ. പിന്നെ നമ്മൾ കണ്ടത് ചന്ദ്രയാൻ പരീക്ഷണവേളയിൽ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ തോളിൽ തലചായ്ച്ചു കരയുന്ന ആ ശാസ്ത്രജ്ഞനെയാണ്. കനിവാണ് ആ കണ്ണീർ. ജീവനെ സ്നേഹിച്ച, തന്റെ ചുറ്റുപാടിലെ ഓരോ അണുവിനെയും ബഹുമാനിച്ച മനുഷ്യന്റെ കണ്ണീർ. എല്ലാം വിലപ്പെട്ടതാണ്. ഓരോ അണുവും, ഓരോ ജീവനും. ചില തിരിച്ചറിവുകൾ നമ്മുടെയും വെളിച്ചമാകട്ടെ. ശുഭദിനം.